സിറിയയിൽ അടുത്തിടെ നടന്ന ഈ അട്ടിമറി അവിടുത്തെ പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ പുറത്താക്കി. അവിടെ വിമതസേന അധികാരം പിടിച്ചെടുത്തു. ഇപ്പോൾ സിറിയയ്ക്ക് പിന്നാലെ ജോർദനിലും സമാനമായ സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്ക ഉയരുകയാണ്. ആ പ്രദേശത്ത് മൊത്തത്തിൽ ഒരു അശാന്തി പടരുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ട്. ഇസ്രയേൽ ഗസ യുദ്ധം തുടരുകയാണ്. അതിപ്പോൾ ഏറെക്കുറെ അതിന് പരിഹാരമാകുമെന്നൊക്കെയുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഒരു പക്ഷേ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം. പക്ഷേ സിറിയയിൽ നടന്ന ഈ കലാപം ജോർദനിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്ക പല കോണുകളിൽ നിന്ന് ഉയരുകയാണ്. സിറിയയിൽ അവിടെ ബഷാർ അൽ അസാദിനെ പുറത്താക്കി അവർ അധികാരം പിടിച്ചെടുത്തു. ആ അധികാരം പിടിച്ചെടുത്തതിനെ തുടർന്ന് അവർ നടത്തുന്ന നീക്കങ്ങൾ ഇനി ജോർദാനിൽ കലാപത്തിന് വഴി തുറക്കുമോ എന്ന് അബ്ദുള്ള രാജാവ് ഭയപ്പെടുന്നതായാണ് വിവരം. ഹയാത്ത് തഹരീർ അൽ ഷാമിൻ്റെ സ്വാധീനം ജോർദനിലേക്ക് വ്യാപിക്കുമോ എന്നാണ് ആശങ്ക. അവിടെയും ഒരു അട്ടിമറി നടന്നാൽ അത് ജോർദനെ അസ്ഥിരപ്പെടുത്തും. ഈ അപകട സാധ്യത അബ്ദുള്ള രാജാവ് മുൻകൂട്ടി കാണുന്നുണ്ട്. അദ്ദേഹം അതിനു വേണ്ട ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഇസ്രയേലുമായി ചില നയതന്ത്ര ബന്ധങ്ങളും സഹകരണങ്ങളും ഒക്കെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം ചില നീക്കങ്ങൾ നടത്തി. ഇതൊക്കെ ഇത്തരത്തിൽ ഒരു കലാപസാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എന്ന് കരുതുന്നവർ ഉണ്ട്. ഒക്ടോബർ അവസാന വാരത്തിലാണ് ഈ HTS അവരുടെ സൈനിക നീക്കത്തിനുള്ള കോപ്പ് കൂട്ടിയത്. 2 ആഴ്ച കൊണ്ട് അവർക്ക് സിറിയ പിടിച്ചടക്കാൻ കഴിഞ്ഞു. ബഷാർ അൽ അസദ് പലായനം ചെയ്തു. അവിടെ വേഗത്തിലുള്ളൊരു സൈനിക നീക്കം സാധ്യമാക്കിയത് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ആണ്. വിമതസേനയ്ക്ക് അവിടെ വിജയിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു പ്രധാന കാരണം സിറിയയിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന വ്യാപകമായ ജനരോഷമാണ്. അത് സർക്കാരിന് എതിരായിരുന്നു. അപ്പോൾ വിമതസേനയ്ക്ക് അവർ പിന്തുണ നൽകി. വിമതസേനയുടെ വിജയത്തിൽ അവരും ആഘോഷിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ഒരു അട്ടിമറി സാധ്യത അവിടെ ഉണ്ടായിരുന്നു. അത് വിജയകരമായി കലാശിച്ചതിനു പിന്നിൽ ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നാണ് വായിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ജോർദാനിലും സമാനമായ ചില സാഹചര്യം ഉണ്ട് എന്ന സംശയം ഉയരുകയാണ്. ജോർദാൻ രാജാവ് മതപരമായി നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ ഭരണപരമായൊരു മികവുണ്ടോ എന്ന സംശയം പല ഘട്ടങ്ങളിലും ഉയർന്നിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ ഭരണ കെടുകാര്യസ്ഥയ്ക്കെതിരെ അവിടെ ചില പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിട്ടുണ്ട്. 2012 അങ്ങനെ ജനങ്ങൾ ഒരു ഘട്ടത്തിൽ തെരുവിലിറങ്ങി. പൊതുജനങ്ങളുടെ അതൃപ്തി ആ ദിവസങ്ങളിലൊക്കെ വളരെ വ്യക്തമായിരുന്നു. 2018 സാമ്പത്തിക പരിഷ്കരണങ്ങളെയും ജനങ്ങൾ എതിർത്തു. അവർ പ്രതിഷേധവും അതൃപ്തിയും ഒക്കെ പ്രകടമാക്കുകയും ചെയ്തു. ഗസ യുദ്ധത്തിൽ അബ്ദുള്ള രാജാവിൻ്റെ നിലപാടുകൾ അവിടെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും രാജാവിൻ്റെ എതിരെയുള്ള ജനവികാരം അവിടെ ഉണ്ടോ എന്ന സംശയം ഉരുത്തിരിയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ വിമത സേനയ്ക്ക് അങ്ങോട്ടേക്ക് പെട്ടെന്ന് കടന്നു കയറാൻ കഴിയും. അത് വലിയ അസ്ഥിരതയ്ക്ക് വഴിയൊരുക്കും എന്ന ഭയമാണ് അവിടെ നിലനിൽക്കുന്നത്. ഈ അശാന്തി മുതലെടുക്കാൻ ചിലർ ശ്രമിച്ചേക്കുമോ എന്ന ആശങ്ക ഒരു വശത്ത് ഉരുണ്ടുകൂടുകയാണ്. സിറിയയിലേതിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായാൽ അതെങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ കൂടി അവിടെ മുന്നോട്ട് വരികയാണ്. അബ്ദുള്ള രാജാവിനെ ലക്ഷ്യം വെച്ചുള്ള ഒരു അട്ടിമറിയുടെ സാധ്യത എങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്ന കൂട്ടായ ആലോചനകൾ നടക്കുന്നതായാണ് വിവരം. ഏതായാലും ജോർദനിലെയും ഇസ്രയേലിലെയും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ അടുത്തിടെ ഒരു യോഗം ചേർന്നു. വളരെ നിർണായകമായ ഒരു യോഗമാണ് അത് എന്നാണ് വ്യക്തമാകുന്നത്. ഇസ്രയേലും HTS തമ്മിലുള്ള ആശയവിനിമയം ഏതു തരത്തിലാണ് എന്നൊക്കെയുള്ള വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയായി. HTSനെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള വിഷയവും ചർച്ചയായി. വടക്കൻ ജോർദാനിലെ ഈ ഭീകരാക്രമണ ഭീഷണികൾ നേരിടുന്നതിലും അതുപോലെ ഇറാനിൽ നിന്ന് ആയുധങ്ങൾ കടത്തുന്നത് തടയുന്നതിലുമൊക്കെ എങ്ങനെ ഫലപ്രദമായി അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന ആലോചനകൾ ശക്തമാവുകയാണ്. ഹമാസിലേക്കും ഹിസ്ബുള്ളയിലേക്കും ഒക്കെ വർദ്ധിച്ചു വരുന്ന ആയുധ പ്രവാഹം അത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന വിഷയമാണ്.
അതേസമയം ജോർദനും അത് ഗൗരവത്തോടു കൂടി കാണുന്നു. വടക്കൻ ജോർദനെ HTS ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങളായി പുറത്തു വരുന്നത്. HTSൻ്റെ സൈനിക ക്യാമ്പയിൻ നമുക്ക് അറിയാം, 2 ആഴ്ച കൊണ്ടാണ് അത് നീങ്ങിയത്. അലപ്പോ ആണ് ആദ്യം പിടിച്ചെടുത്തത്, പിന്നീട് അത് വളരെ വേഗം ഡമാസ്കസിലേക്ക് എത്തി. ഡമാസ്കസിൻ്റെ ഗ്രാമീണ മേഖലയുടെ നിയന്ത്രണം മുഴുവൻ HTSന് പെട്ടെന്ന് നേടാനായി. അവരുടെ സൈനിക അംഗങ്ങൾ ജോർദാൻ്റെ അതിർത്തിയിൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ ആകുന്ന തരത്തിലാണ് ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജോർദാനെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം അതീവ ഗൗരവകരമാണ്, സങ്കീർണമാണ്. അമേരിക്കയും വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം നോക്കിക്കാണുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ ഈ സാഹചര്യം എങ്ങനെ ഉരുത്തിരിയും എന്ന് വീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം ജോർദാൻ സന്ദർശിക്കുകയും രാജാവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അപ്പോൾ ആ പ്രദേശത്തേക്ക് കൂടുതൽ ഈ വിമതസേനയുടെ കരുത്ത് വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് എല്ലാവരും പരിശോധിക്കുന്നു. അങ്ങനെ വന്നാൽ ഏതൊക്കെ രാജ്യങ്ങളിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും എന്ന് എല്ലാവരും ഗൗരവത്തോടെ ഉറ്റുനോക്കുന്നു.